ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിൻ്റെ ദിവസങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ നാം കൊണ്ടാടി വരികയാണല്ലോ. അമ്മയോർമ്മകളുടെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില ചിന്തകൾ അല്പസമയം പങ്കുവെച്ചു കൊള്ളട്ടെ. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെക്കുറിച്ച് കണ്ട സ്വപ്നം തകർത്തത് ഒരു ഫലത്തിൻ്റെ മൂല്യത്തിലായിരുന്നു. ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത് ഭക്ഷിച്ചത് മൂലം അവർ നഷ്ടപ്പെടുത്തിയത് ചില സ്വപ്നങ്ങളും അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന തേജസ്സുമൊക്കെയായിരുന്നു. എന്നാൽ ബേത്ലഹേം എന്ന രണ്ടാം ഏദൻ തോട്ടത്തിൽ ഒരമ്മ നൽകിയ ഫലം നഷ്ടപ്പെട്ടുപോയ സ്വപ്നവും തേജസ്സുമൊക്കെ തിരിച്ചു പിടിക്കുന്നതായിരുന്നു. നൂറ്റാണ്ടുകളായി ദൈവം കരുതി വെച്ച ആ സുന്ദര ഫലം മറിയ എന്ന അമ്മയിലൂടെ നമുക്ക് നൽകപ്പെട്ടു. ഏദൻ തോട്ടത്തിൻ്റെ കുറ്റബോധം ബേത്ലഹേമിൻ്റെ പരിശുദ്ധിയിൽ കഴുകി തുടച്ചപ്പോൾ ഒരു പുതിയ രാജ്യം പിറക്കുകയായിരുന്നു. സ്വർഗം ഭൂമിയെ പുൽകിയ നല്ല സുദിനങ്ങൾ. പക്ഷേ ആ അമ്മയുടെ സഹനങ്ങൾ ലോകത്ത് ഒരമ്മയും വഹിച്ചിട്ടില്ല. അമ്മയുടെ അവകാശമായ പിറക്കാനൊരിടം നിഷേധിക്കപ്പെട്ടപ്പോൾ വഴിയോരം ലോകത്തിന് വഴിയാകേണ്ടവൻ്റെ പിറവിയുടെ ഇടമായി. രാജാവിൻ്റെ വാൾമുനയിൽ നിന്ന് രക്ഷ നേടുവാൻ പിന്നീടുള്ള ഓട്ടം സഹനത്തിൻ്റെ ജ്വാലയായി മാറുകയായിരുന്നു. കാൽവറിയുടെ ചുവട്ടിൽ നിന്ന് നിൽക്കുന്ന ആ അമ്മയുടെ സങ്കടം ലോകരക്ഷകൻ്റെ മരണം മാത്രമല്ല, സഹന സ്മരണയുടെ അശ്രുപൂജ കൂടെയാണ്. അവിടെയാണ് അമ്മയുടെ ശ്രേഷ്ഠതയും തേജസ്സും വിളങ്ങുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലും അമ്മയെ ഓർമ്മയിലൂടെ കടന്നു പോകുമ്പോൾ കഷ്ടങ്ങളും സഹനങ്ങളുമൊക്കെ ഈ ലോകത്ത് വഹിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് വഹിച്ചാൽ മാത്രമേ ശ്രേഷ്ഠതയും തേജസ്സും നമ്മളിലും വിളങ്ങൂ. അതിന് ദൈവം തമ്പുരാൻ ഈ നോമ്പിൻ്റെ കാലയളവിൽ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.